ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമ്മമാരുടെ ഏറ്റവും കൂടുതൽ ഡൗട്ടുള്ളൊരു കേസാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പം മുതലാണ് പശുവിൻ്റെയോ ആടിൻ്റെയോ ഒക്കെ പാല് കൊടുത്തു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര അളവ് കൊടുക്കണം എന്നുള്ളൊരു കേസൊക്കെ. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം പാലിൽ ഒരുപാട് ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, കാൽഷ്യം ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് പാലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പാല് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് എപ്പോൾ മുതലാണ് കൊടുത്തു തുടങ്ങേണ്ടതെന്നൊരു കേസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടുത്തു തുടങ്ങേണ്ടത് 1.5 വയസ്സ് ടു 2 വയസ്സിന് ശേഷമേ കൊടുത്തു തുടങ്ങാൻ പാടുള്ളൂ. 18 മന്ത്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. 2 ഇയേഴ്സിന് ശേഷം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം 2 വയസ്സ് വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടല്ലോ, 2 വയസ്സ് വരെ അത് മാത്രം മതി. പിന്നെ കൂടെ ഫുഡ് ഐറ്റംസും കൊടുക്കാം. 6 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങുന്നുണ്ടല്ലോ, അത് മതി. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ആ ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പല പേരൻസും ചെയ്യുന്നതാണ്, കുറുക്കുണ്ടാക്കുന്ന സമയത്ത് കുറേ പേര് നോർമൽ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് കുറുക്കുണ്ടാക്കും. കുറേ പേരൻസ് പശുവിൻ്റെ പാലൊക്കെ ഒഴിച്ചിട്ടാണ് കുറുക്കുണ്ടാക്കുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പശുവിൻ്റെ പാലൊന്നും 6 മാസം പ്രായമായ കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറുക്കിലിട്ടത് കൊടുക്കുന്ന സമയത്ത് ഹൈ പ്രോട്ടീനാണ് ഈ പാലിലുള്ളത്. ഈ പശുവിൻ്റെ പാലൊക്കെ നമ്മൾ കുറുക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കിഡ്നീനെ വരെ അത് ഡാമേജ് ഉണ്ടാക്കും. കാരണം ഓവർലോഡാണ് കിഡ്നിക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് പാലൊന്നും കുഞ്ഞുങ്ങൾക്ക് 6 മന്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. മാത്രമല്ല വിശപ്പും ഇല്ലാണ്ടാവും, അവർ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ തീരെ താല്പര്യമില്ലാണ്ടായി മാറും. അതുകൊണ്ട് പാലിലൊന്നും ചേർത്ത് കുറുക്കി കൊടുക്കരുത്. പലരും പറഞ്ഞേക്കാം കുഞ്ഞുങ്ങൾക്ക് ആട്ടുംപാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വണ്ണം ചുങ്ങുന്നൊക്കെ. ഇത് പലരും ഇപ്പോൾ അത്യാവശ്യം വണ്ണമുള്ളൊരു കുഞ്ഞൊക്കെ ആണെങ്കിൽ ഈ ആട്ടുംപാൽ ആഡ് ചെയ്തിട്ട് കുറുക്കലുണ്ടാക്കി കൊടുക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വണ്ണം ചുങ്ങുന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ വണ്ണമൊക്കെ തനിയെ പൊയ്ക്കോളും. ഒത്തിരി വണ്ണം ഉണ്ടെങ്കിൽ തന്നെ അത് തനിയെ പൊയ്ക്കോളും. തീരെ കുഞ്ഞല്ലേ, അപ്പോഴൊന്നും നമ്മൾ പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. പാൽ കൊടുക്കുന്നത് നല്ലതാണ് 2 വയസ്സിന് ശേഷം. 2 വയസ്സിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ പ്രോട്ടീൻ കിട്ടും, ഫാറ്റ് കിട്ടും, എല്ലാം കൊണ്ടും കാൽഷ്യമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ പാല് മാത്രം കുടിച്ച് വളരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഈ പാലൊരു 1/2 ലിറ്ററിന് മുകളിലൊക്കെ അവർ പാല് പല ടൈംസ് ആയിട്ട് കുടിക്കുകയാണ്. പിന്നെ അവർക്ക് വിശക്കില്ല, അവർ ആ പാലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങും. അവർക്ക് പിന്നെ വേറെ ഫുഡ് ഐറ്റംസിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. വിശപ്പ് മാറുന്നുണ്ടല്ലോ, പിന്നെ വേറെ കഴിക്കണ്ടല്ലോ, വേറെ എന്ത് കൊടുത്താലും അവർ കഴിക്കില്ല. പാല് കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം നൈറ്റ് ടൈമിലൊക്കെ കൊടുക്കാം. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 200 ml ഒക്കെ മതി. 500 ml താഴെ കൊടുക്കാം. 1/2 ലിറ്ററിന് താഴെ പാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. രാവിലെ ഒന്നും കഴിയുന്നതും കൊടുക്കാണ്ടിരിക്കുക. രാവിലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അതിൽ വിശപ്പ് മാറും. രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ ആ വിശപ്പ് മാറിയിട്ട് പിന്നീട് പകൽ ടൈമിലൊന്നും കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കില്ല. നൈറ്റ് കിടക്കാൻ നേരം പാൽ കൊടുക്കുക, പിന്നെ അവർ കിടന്നുറങ്ങും, വിശക്കാതെ കിടന്നുറങ്ങിക്കോളും. ഓക്കെ, അങ്ങനെ ചെയ്യാം. നമ്മൾ പ്രോട്ടീൻ റിച്ച് കൂടുതലായതുകൊണ്ട് 6 മന്ത് ആയ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരിക്കലും കുറുക്കിൽ പാല് കുഞ്ഞുങ്ങൾക്ക് പാല് തിളപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് പാലിൽ ഒത്തിരി വെള്ളം ആഡ് ചെയ്തിട്ടാണോ തിളപ്പിച്ച് കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ പാല് മാത്രം തിളപ്പിച്ച് കൊടുക്കുകയാണോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കേസും കൂടി പറയാം. നിങ്ങൾ പാല് കൊടുക്കുന്ന സമയത്ത് അതിൽ അധികം വെള്ളം ചേർക്കാണ്ടിരിക്കുക. വെള്ളം ഒത്തിരി ചേർക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വയറ് ഫില്ലാവും, വേറെ ഫുഡൊന്നും അവർ കഴിക്കില്ല. അതുകൊണ്ട് അധികം വെള്ളം ചേർക്കാണ്ട് പാൽ അങ്ങനെ തന്നെ തിളപ്പിച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ 6 മന്തിന് കുറുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം മുതൽ കുഞ്ഞുങ്ങൾക്ക് പാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. ആഫ്റ്റർ 2 ഇയേഴ്സ് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.